ഹലോ. കേരളത്തിൻ്റെ കുംഭമേള എന്ന വിശേഷണത്തോടെ മലപ്പുറം തിരുനാവായിൽ മഹാമാഘ മഹോത്സവം ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അപ്പം ഞങ്ങളും പോയി ഈ മഹാമാഘ മഹോത്സവത്തിൽ പങ്കെടുക്കാൻ. ഐതിഹ്യങ്ങൾ പ്രകാരം പരശുരാമൻ്റെ നിർദ്ദേശാനുസരണം ബ്രഹ്മാവ് ലോക നന്മയ്ക്കായി ആദ്യമായി യാഗം നടത്തിയത് തിരുനാവായിലെ തവനൂരിലാണെന്നും സമസ്ത ദേവതകളും പങ്കെടുത്ത ഈ പുണ്യകർമ്മത്തിൻ്റെ സ്മരണ പുതുക്കുന്നതിനാണ് വ്യാഴവട്ടത്തിലൊരിക്കൽ മഹാമാഘ മഹോത്സവം സംഘടിപ്പിക്കുന്നതെന്നും വിശ്വസിക്കപ്പെടുന്നു. അപ്പം എല്ലാവരും അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കയ്യിൽ എന്തെങ്കിലും സ്നാക്സും അതുപോലെ കുടയോ, നല്ല വെയിലായിരിക്കും, അപ്പം സ്നാക്സ്, കുട, അതുപോലെ എന്തെങ്കിലും തൊപ്പി, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതണം. അതുപോലെ അമ്പലത്തിൻ്റെ സൈഡിൽ ഒരുപാട് പാർക്കിംഗ് ഉണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പാർക്ക് ചെയ്ത് കുറച്ച് നേരത്തെ തന്നെ എത്താൻ ശ്രമിക്കുക. എങ്കിലും നമുക്ക് ആ ഒരു മുന്നിൽ അല്ലെങ്കിൽ സൈഡിലൊക്കെ ഇരുന്ന് നമുക്ക് ആ ഒരു പൂജ മുന്നിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഞങ്ങളൊരു 2:30-3 മണി ആ ഒരു ടൈമിലാണ് എത്തിയിരുന്നത്. അപ്പോൾ ആ ഒരു ടൈമിന് എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മുന്നിൽ തന്നെ ദർശനം സാധ്യമാണ്. അതുപോലെ നല്ല തിരക്കാണ്. നിങ്ങൾ മക്കളൊക്കെ കൂട്ടി പോകുമ്പം നല്ലോണം ശ്രദ്ധിക്കണം. ഞങ്ങൾ പോയ ദിവസം തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾക്ക് ആ പാലം വഴി പോകുന്നതിന് ക്യൂ ഒക്കെയാണ്, അത്രയും തിരക്കാണ്. അറ്റ് എ ടൈം ഒരു 150 ആൾക്കാരെ ആ വഴി വിടുള്ളൂ. അപ്പം വളരെ ശ്രദ്ധിച്ച് പോവുക. അതുപോലെ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ എല്ലാവരും പറ്റുമെങ്കിൽ പോവുക. അപ്പോൾ ഇത് ഓൾറെഡി ജനുവരി 18 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു ഫെബ്രുവരി 3 വരെ ഒക്കെ ഉള്ളൂ. അപ്പോൾ പോകാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാം.